ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ പാത്രത്തിലോട്ട് 1 കപ്പ് വെള്ളരിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം നന്നായി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ജീരകം വേണമെങ്കിൽ നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. തേങ്ങയും പച്ചമുളകും കൂടി അപ്പം നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഞാൻ നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക നന്നായി സോഫ്റ്റായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തൈര്, നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് കറിയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കിച്ചടി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്